ഹാഫിദ് ഇബ്നു അഹ്മദ് അൽ ഹക്കമി റഹ്മഹുല്ല അവരുടെ കവിത സുല്ലമുൽ ഉസൂൽ ഇലാ മബാഹിസി ഇൽമിൽ ഉസൂൽ, ഓഡിയോ നമ്പർ 20. ഫസ്ൽ, അടുത്ത ഫസ്ൽ. ഫി ബയാനി ഹഖീഖത്തി സിഹ്രി വ ഹദ്ദി സാഹിരി വ അന്ന മിൻഹു ഇൽമു തൻജീമി വ ദിക്രി ഉഖൂബത്തി മൻ സദ്ദഖ കാഹിനൻ. ഈ ഫസ്ല് ഫി ബയാനി, വിവരണത്തിലുള്ള ഫസ്ല്. ഹഖീഖത്തി സിഹ്രി, സിഹ്റിൻ്റെ യാഥാർത്ഥ്യം, അതിൻ്റെ റിയാലിറ്റി എന്താണ് എന്ന്. ഹദ്ദിസ് സാഹിരി, സിഹ്ർ ചെയ്യുന്ന ആളുടെ ഹദ്ദ്, അയാൾക്ക് കൊടുക്കേണ്ട ശർഈ ആയിട്ടുള്ള ഇസ്ലാമിക ശരീഅത്ത് നിഷ്കർഷിക്കുന്ന ശിക്ഷാവിധി. അന്ന മിൻഹു ഇൽമു തൻജീമി, അതിൽപ്പെട്ടതാണ് എന്ത്? ജ്യോതിഷം. ദിക്രി ഉഖൂബത്തി മൻ സദ്ദഖ കാഹിനൻ, ഒരു ജ്യോതിഷിയെ അയാൾ ഭാവിയെക്കുറിച്ചൊക്കെ പറയുന്ന കാര്യങ്ങൾ സത്യപ്പെടുത്തുന്നവൻ്റെ ശിക്ഷ പരാമർശിക്കുക. അതൊക്കെയാണ് ഈ ഫസ്ലിൽ ഉള്ളത് എന്നർത്ഥം. അവിടെ സിഹ്റിൻ്റെ യാഥാർത്ഥ്യം എന്ന് പറഞ്ഞാൽ, സിഹ്ർ ഷറായിൽ ഇസ്ലാമിക ശരീഅത്തിൽ സത്യമാണ് എന്നതല്ല. സിഹ്ർ എന്ന ഒരു സംഗതി ഉണ്ട്, അതിന് ചില തഅ്സീറുകൾ, ചില തോന്നലുകൾ മനുഷ്യനിൽ ഉണ്ടാക്കാൻ അത് കാരണം ആകും എന്നതാണ്. അള്ളാഹു ഉദ്ദേശിച്ചാൽ ചില ഫലങ്ങൾ അതുകൊണ്ട് ഉണ്ടായേക്കാം, ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടായേക്കാം എന്ന്. കവിത ശ്രദ്ധിക്കാം. വസ്സിഹ്റു ഹഖ്ഖുൻ വലഹു തഅ്സീറു ലകിൻ ബിമാ ഖദ്ദറഹുൽ ഖദീറു അനി ബിദത്തഖ്ദീരി മാ ഖദ് ഖദ്ദറ ഫിൽ കൗനി ലാ ഫിശ്ശരീഅത്തിൽ മുതഹറ വഹ്കും അലസ്സാഹിരി ബിത്തക്ഫീരി വഹദ്ദുഹുൽ ഖത്ലു ബിലാ നകീരി കമാ അതാ ഫീ സുന്നത്തിൽ മുസവ്വഹ മിമ്മാ റവാഹു തിർമുദി വസ്വഹഹ അൻ ജുന്ദബിൻ വഹകദാ ഫീ ആഥരി അംറും ബിഖത്ലിഹിം റുവിയ അൻ ഉമരി വസ്വഹ അൻ ഹഫ്സത ഇൻദ മാലികി മാ ഫീഹി അഖ്വാ മുർഷിദിൻ ലിസ്സാലികി ഹാദാ വമിൻ അൻവാഇഹി വശുഅബിഹി ഇൽമുൻ നുജൂമി ഫദ്രി ഹാദാ വൻതബിഹ് വഹല്ലുഹു ബിൽ വഹ്യി നസ്സൻ യുശ്റഉ അമ്മാ ബിസിഹ്രിൻ മിസ്ലിഹി ഫയുംനഉ വമൻ യുസദ്ദിഖ് കാഹിനൻ ഫഖദ് കഫർ ബിമാ അതാ ബിഹി റസൂലുൽ മുഅ്തബർ. സിഹ്ർ എന്നത് ഹഖ്ഖുൻ, അത് സത്യമാണ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു സംഗതി ഉണ്ട്. വലഹു തഅ്സീറുൻ, അതിന് ചില ഫലങ്ങളും ഉണ്ട്. എന്താണ്? ലാക്കിൻ, പക്ഷേ ബിമാ ഖദ്ദറഹുൽ ഖദീറു, സർവശക്തൻ കണക്കാക്കിയത് മാത്രം. എന്ത് ഫലമാണെങ്കിലും, സിഹ്ർ കൊണ്ട് എന്ത് സംഭവിക്കുകയാണെങ്കിലും അള്ളാഹു ഉദ്ദേശിച്ചതല്ലാതെ മറ്റൊന്നും സംഭവിക്കൂല എന്നാണ്. അനി ബിഹാദ തഖ്ദീർ, ഈ തഖ്ദീർ അള്ളാഹു കണക്കാക്കിയത് എന്നതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് മാ ഖദ്ദറഹു ഫിൽ കൗനി, അള്ളാഹു ഈ പ്രപഞ്ചത്തിൽ കണക്കാക്കിയത് എന്ന അർത്ഥത്തിലാണ്. ലാ ഫി ശരീഅത്തിൽ മുതഹറത്തി, ശുദ്ധമായ ശരീഅത്തിൽ അള്ളാഹു നിർണയിച്ചത് എന്ന അർത്ഥത്തിൽ അല്ല. ശരീഅത്തിൽ സിഹ്ർ പാടില്ല, ചെയ്യാൻ പാടില്ല, അത് പഠിക്കാനും പാടില്ല. പക്ഷെ അങ്ങനെ ഒരു സംഗതിയുണ്ട്, അത് ചെയ്താൽ അത് ഫലിക്കുമെന്ന് ചോദിച്ചാൽ അള്ളാഹുവിൻ്റെ ഉദ്ദേശമുണ്ടെങ്കിൽ അള്ളാഹു കണക്കാക്കിയത് പ്രകാരം ചില ഫലങ്ങൾ അതിനുണ്ടായേക്കാം എന്നതാണ്. അപ്പോൾ ഇതിന് കുറേ തെളിവുകളൊക്കെ അതിൻ്റെ ഷറഹിൽ പറയുന്നുണ്ട്. മൂസാ നബി അലൈഹിസ്സലാം
എൻ്റെ കാലത്ത് ഫിർഔൻ്റെ സാഹിര്യങ്ങൾ, സിഹറന്മാർ, അവരുടെ വടികളും കയറുകളൊക്കെ നിലത്തിട്ടപ്പോൾ യുഹയ്യലു ഇലൈഹി മിൻ സിഹ്രിഹിം അന്നഹാ തസ്അ, അവരുടെ സിഹർ കാരണം അവ ഇഴയുന്നതായിട്ട് മൂസ അലൈഹി സ്വലാമിന് തോന്നി. അപ്പം അങ്ങനെ ചില തോന്നലുകൾ വരുത്താൻ സിഹറിനെ കൊണ്ട് പറ്റും എന്നതാണ്. മായാജാലം, മായാജാലം ഒക്കെ സിഹറിൻ്റെ അടുത്തപ്പെട്ടതാണ്, മാജിക്. അപ്പോൾ അവിടെ എന്താ സംഭവിക്കുന്നത്? യഥാർത്ഥത്തിൽ കാഴ്ച പോവുകയാണ്. റിയലായിട്ടുള്ള യഥാർത്ഥത്തിലുള്ള കാഴ്ച അവിടെ നഷ്ടപ്പെടുകയാണ്. എന്നിട്ട് കണ്ണുകൊണ്ട് കാണുന്നത് മായയാണ്, യഥാർത്ഥത്തിലുള്ളതല്ല കാണുന്നത്. അപ്പോൾ കണ്ണ് അവിടെ യഥാർത്ഥത്തിലുള്ളതല്ലാതെ മറ്റെന്തോ കാണുന്നു. സിഹർ കാരണം എന്ത് സംഭവിക്കുന്നു? അവിടെ ആ വടികളും കയറുകളൊക്കെ പാമ്പ് പാമ്പായി ഇഴയുന്നതായിട്ട് കാണുകയാണ്. അതേസമയം മൂസ അലൈഹി സ്വലാം അള്ളാഹുവിൻ്റെ നിർദ്ദേശപ്രകാരം തൻ്റെ വടി നിലത്തിട്ടപ്പോൾ അതിനെ സംബന്ധിച്ച് എന്താണ് പറഞ്ഞത്? തോന്നി എന്നല്ല പറഞ്ഞത്. ഫഇദാഹിയ ഹയ്യത്തുൻ തസ്അ, അപ്പോൾ അതാ ഇഴയുന്ന പാമ്പായി തോന്നി എന്നല്ല. അപ്പോൾ സിഹറിന് ഇങ്ങനെ ചില തോന്നലുകൾ ഉണ്ടാക്കാൻ സാധിക്കുമെന്നതാണ്. ഇനി സിഹർ യഥാർത്ഥത്തിൽ സിഹർ കൊണ്ട് ഒരാളെ കൊലപ്പെടുത്തുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സാധിക്കുമോ? അവിടെയൊക്കെ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ഭൂരിപക്ഷം പണ്ഡിതന്മാരും അതിന് തഅ്സീറുണ്ട് എന്ന വീക്ഷണക്കാരാണ് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിൽ. എന്നാൽ മുഅ്തസിലികൾ, ചില ബിദ്അത്തിന്റെ കക്ഷികളും അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് തന്നെ ഒറ്റപ്പെട്ട ചില പണ്ഡിതന്മാർ അഭിപ്രായങ്ങളും സിഹറിന് ഹഖീഖത്തില്ല എന്ന വാദക്കാരുണ്ട്. അതിന് കുറേ ന്യായങ്ങൾ അവർ പറയുന്നുണ്ട്. ഇമാം അബൂ ഹനീഫ റഹിമഹുല്ലാ അവറുകൾ സിഹറിന് ഹഖീഖത്തില്ല, അത് ചില തോന്നലുകൾ ഉണ്ടാക്കുക എന്ന് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞതായിട്ട് ഇമാം ഖുർത്തുബിയൊക്കെ ഉദ്ധരിക്കുന്നതായി ഇതിൻ്റെ ഷറഹിൽ ഈ മുസന്നിഫ് തന്നെ രേഖപ്പെടുത്തിയതായിട്ട് കാണാം. എന്നാലും അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. വഹ്കും അലസ്സാഹിരി ബിത്തക്ഫീരി വഹദ്ദുഹുൽ ഖത്ലു ബിലാ നകീരി. വഹ്കും വിധിക്കുക, അലസ്സാഹിരി സാഹിറിന് മേൽ, ബിത്തക്ഫീരി തക്ഫീർ കൊണ്ട്, കാഫിർ ആണ് എന്ന് വിധിക്കുക. നമ്മൾ ഓരോരുത്തരും വിധിക്കുക എന്നുള്ളതല്ല, മൊത്തത്തിൽ അതിൻ്റെ വിധി അറിയാൻ പറയാണ്. അപ്പോൾ സിഹർ ചെയ്യുന്ന ആൾ കാഫിറാണ് എന്നതാണ്. അതിന് ചില കാരണങ്ങളും കാര്യങ്ങളൊക്കെ വിശദീകരണങ്ങളിലൊക്കെ പറയുന്നുണ്ട്. ഹദ്ദുഹു, അതിൻ്റെ ഹദ്ദ് എന്നത് സാഹിറിൻ്റെ ഹദ്ദ്, സിഹർ ചെയ്യുന്ന ആളുടെ ശിക്ഷാവിധി, അയാളുടെ ശിക്ഷ എന്താണ്? അയാൾക്കുള്ള ശിക്ഷ എന്താണ്? അൽ ഖത്ലു, വധമാണ്, ബിലാ നകീരി, നിരാകരണമില്ലാതെ. അപ്പോൾ അതിൽ ഇൻകാറില്ല. എന്നാൽ ഇവിടെ ഖത്ല്, സിഹർ ചെയ്തയാളെ വധിക്കാമോ എന്ന വിഷയത്തിൽ പണ്ഡിതന്മാർക്ക് വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട്. അയാൾ തൗബ ചെയ്താൽ അയാൾക്ക് മേൽ ശിക്ഷ നടപ്പാക്കേണ്ടതില്ല എന്ന വീക്ഷണക്കാരുണ്ട്. അതേപോലെ അത് സിഹർ, അയാളുടെ പ്രവൃത്തി, ആ സിഹറിൻ്റെ പ്രവൃത്തി ഒരു കൊലക്ക് കാരണമായിട്ടുണ്ടെങ്കിൽ വധശിക്ഷ നടപ്പാക്കിയാൽ മതി എന്ന് അഭിപ്രായമുള്ളവരുണ്ട്. ഇങ്ങനെ വ്യത്യസ്ത വീക്ഷണങ്ങൾ ഉണ്ട്. ഏതായാലും കൊന്നതായിട്ടുള്ള ചില തെളിവുകൾ ഹദീസുകളിൽ വന്നിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് സാഹിറിൻ്റെ ഹദ്ദ്, ശിക്ഷാവിധി കൊല ആണ് എന്ന് പറയുന്നത്, വധശിക്ഷ തന്നെയാണ് എന്ന് പറയുന്നത്. കമാ അതാഫി സുന്നത്തിൽ മുസറഹ, വ്യക്തമാക്കപ്പെട്ട സ്വരീഹായ വ്യക്തമായ സുന്നത്തിൽ വന്നിട്ടുള്ളത് പ്രകാരം. മിമ്മാ റവാഹു തിർമുദി വസഹഹ, ഇമാം തിർമുദി റിപ്പോർട്ട് ചെയ്തതും സ്വഹീഹായി ഹുക്മ ചെയ്തതുമായിട്ടുള്ള ഹദീസിൽ. അതേപോലെ ആരിൽ നിന്ന്? ജുന്ദബ് റളിയല്ലാഹു അൻഹു നിന്ന്, അൻജുന്ദബിൻ വഹാക്കദാഫി അസരി, അപ്രകാരം തന്നെ ചില അസറുകളിൽ വന്നിട്ടുണ്ട്, അസറിൽ വന്നിട്ടുണ്ട്. അമ്രുൻ, കൽപ്പന, ബി ഖത്ലിഹിം, സാഹിരീങ്ങളെ, സിഹറന്മാരെ കൊല്ലാൻ. റുവിയ അൻ ഉമർ റളിയല്ലാഹുവിൽ നിന്ന് അങ്ങനെ റിപ്പോർട്ടുണ്ട് എന്നതാണ്. വസഹ അൻ ഹഫ്സാത ഇൻദ മാലിക്കിൻ, ഇമാം മാലിക് റഹിമഹുല്ലാ അവരുടെ ഹഫ്സ റളിയല്ലാഹു അൻഹയിൽ നിന്നുള്ള റിപ്പോർട്ട് സഹിയായിട്ട് വന്നിട്ടുണ്ട്. മാഫിഹി അഖ്വാ മുർഷിദിൻ ലിസാലിക്, അതിൽ കൂടുതൽ ഗൈഡൻസ് ഉണ്ട് എന്നതാണ്. ഹാദാ വമിൻ അൻവാഇഹി വ ശുഅബിഹി, അപ്പോൾ ഇതും അതിൻ്റെ ഇനങ്ങളും
അതിൽപ്പെട്ടതാണ്, സിഹിറിൽപ്പെട്ടതാണെന്ത്? ഇൽമുൻ നുജൂമി ഫദ്രി ഹാദ വന്തബി. തബിഹിന് പറഞ്ഞാൽ നീ ഉണര് എന്നാണ്. അപ്പോൾ ഫദ്രി ഇനി അറിയാം. അപ്പോൾ ഇതിൽപ്പെട്ടതാണെന്ത്? ഇൽമുൻ നുജൂം, എന്ത് ജ്യോതിഷം അങ്ങനെയുള്ള വിലകൾ. വഹല്ലുഹു ബിൽ വഹ്യി നസ്സൻ യുശ്റഉ അമ്മാ ബിസിഹ്രിൻ മിസ്ലിഹി ഫയുംനഉ. വഹല്ലുഹു, ഈ സിഹിറിനെ ഹല്ല് ചെയ്യാന്നത്, സിഹിർ ബാത്തിലാക്കുക, ഒരാൾക്ക് സിഹിർ ബാധിച്ചാൽ ആ സിഹിർ ഇല്ലാതാക്കുക എന്നത് ബിൽ വഹി കൊണ്ട്, നസ്സായിട്ട് വന്നിട്ടുള്ള വഹി കൊണ്ട് യുഷ്റഉ ഷറാക്കപ്പെടും എന്ന് പറഞ്ഞാൽ, വഹി എന്ന് പറഞ്ഞാൽ വിശുദ്ധ ഖുർആനിൽ വന്നിട്ടുള്ള വിശുദ്ധ ഖുർആൻ്റെ ആയത്തുകൾ ഉപയോഗിച്ചുകൊണ്ട്, അത് ഓതിക്കൊണ്ട്, അതേപോലെ പ്രാർത്ഥനകൾ പ്രാർത്ഥിച്ചുകൊണ്ട്, ദിക്റുകൾ ചൊല്ലിക്കൊണ്ട്, ഹദീസുകളിൽ വന്നിട്ടുള്ള സ്വഹീഹായിട്ടുള്ള ദിക്റുകൾ ദുആകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് അള്ളാഹുവിനെ അവലംബിച്ചുകൊണ്ട് ഇതിൽ നിന്ന് മുക്തമാകാം, അതിനെ ഹല്ല് ചെയ്യാം. അത് നിയമമാക്കപ്പെട്ടതാണ്, ഷറാക്കപ്പെട്ടതാണ്. അമ്മാബി സിഹിരിൻ മിസ്ലിഹി ഫയുംന, എന്നാൽ അതുപോലത്തെ സിഹിർ തിരിച്ച് അങ്ങോട്ട് ചെയ്തിട്ട് അങ്ങനെ സിഹിറിൽ നിന്ന് ഹല്ലാകുക, സിഹിറിൽ നിന്ന് മുക്തമാകുക എന്നുള്ളത് തടയപ്പെടുന്നതാണ്. അത് പാടില്ല, ഹറാമാണ്. സിഹിറിനെ സിഹിർ കൊണ്ട് ചികിത്സിക്കുക എന്നത് അത് പാടില്ല. വമൻ യുസദ്ദിഖ് കാഹിനൻ ഫഖദ് കഫർ. ഇനി ഒരാൾ കാഹിൻ, ജ്യോതിഷിയെ സത്യപ്പെടുത്തിയാൽ, ജ്യോതിഷി ഭാവിയെക്കുറിച്ച് പറയുന്നതൊക്കെ സത്യമാണ് എന്ന് സത്യപ്പെടുത്തിയാൽ അവൻ കാഫിറായി, അവൻ നിഷേധിയായി. ബിമാ അതാ ബിഹിർ റസൂൽ മുഅ്തബർ, അള്ളാഹുവിൻ റസൂൽ ഈ